അധ്യക്ഷവേദിയിലെ മറ്റ് UDF നേതാക്കന്മാരെ, സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ 1968 രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1978 മുതൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായും യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ കൗൺസിൽ മെമ്പറായും കേരളത്തിലെ സേവാദളിന്റെ ചെയർമാനായും സേവാദളിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായും KPCC മെമ്പറായും AICC മെമ്പറായും KPCC ജനറൽ സെക്രട്ടറിയായും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വക്താവായും കേരളത്തിലെ 14 ജില്ലകളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഓരോ പഞ്ചായത്തുകളിലും ഞാൻ 5-6 പ്രാവശ്യം വെച്ച് പോയിട്ടുണ്ട്. കൊല്ലം SN കോളേജിൽ പഠിക്കുമ്പോൾ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് MA ബേബി ഞാനുമായിട്ടാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അന്ന് ബേബിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൊല്ലം SN കോളേജിൽ യൂണിയൻ ചെയർമാനാകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ തലശ്ശേരിയിലാണ് ഞാൻ മത്സരിച്ചത്. 50,000 വോട്ടിന്റെ വ്യത്യാസം ഉണ്ടായിരുന്ന തലശ്ശേരിയിൽ ഏറ്റവും അവസാനമാണ് എന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. അവിടെ 8,000 വോട്ടായി 50,000 കുറച്ചുകൊണ്ട് വരാൻ എനിക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രമായ കുണ്ടറയിൽ കഴിഞ്ഞ നിരവധി വർഷക്കാലമായി UDF തോറ്റുകൊണ്ടിരിക്കുന്ന കുണ്ടറയിൽ മത്സരിച്ച് ഞാൻ പരാജയപ്പെട്ടു. ഞാൻ സൂചിപ്പിക്കാൻ കാരണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിചാരിതമായിട്ടാണ് പാർട്ടി എന്നെ കാസർഗോഡ് സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത്. ഒരിക്കലും കാസർഗോഡ് വരണമെന്നോ ഇവിടെ മത്സരിക്കണമെന്നോ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനുവുമായി ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. 9 മണിയായപ്പോഴാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത്. കാസർഗോഡ് സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി പ്രഖ്യാപിച്ചത് ശ്രീ സുബ്ബയ്യ റയ്യാണ്. അപ്പൊ വിനു എന്നോട് പറഞ്ഞു, ഇത്തവണ എൻ്റെ അന്വേഷണത്തിന് സീറ്റില്ല. ഞാൻ പറഞ്ഞ മറുപടി, ഇത്തവണയല്ല, മരിക്കുന്നവരെനിക്ക് സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. മരിക്കുമ്പോൾ ഒരു തിളർന്ന പതാക ശരീരത്തിൽ വീഴണമെന്നല്ലാതെ മറ്റൊരാഗ്രഹമില്ല. പക്ഷെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ടൊരു വാർത്ത ഏഷ്യാനെറ്റിൽ ബ്രേക്കിംഗ് ന്യൂസായി കൊടുത്തു. കാസർഗോഡ് സ്ഥാനാർത്ഥിയായ സുബ്ബയ്യയെ മാറ്റി എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. ഞാൻ ഒരിക്കലും ഇവിടെ മത്സരിക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ച ആളല്ല. പാർട്ടി എനിക്ക് ഈ സീറ്റ് തന്നു. ഞാൻ ആദ്യമായി കാസർഗോട്ടേക്ക് വരുന്നു. കാസർഗോട്ട് റെയിൽവേ സ്റ്റേഷനിൽ അഭൂതപൂർവമായ ജനക്കൂട്ടമായിരുന്നു എന്നെ സ്വീകരിക്കാൻ. അവിടെ തിക്കും തിരക്കുമായിരുന്നു. 1-2 പ്രാവശ്യമൊക്കെ എനിക്ക് തോന്നി എന്റെ കൈപ്പിടിയിൽ നിന്ന് വഴുതി പോയാൽ നമ്മുടെ CT അഹമ്മദാലിയൊക്കെ റെയിൽവേ ലൈനിൽ ട്രാക്കിൽ ചെന്ന് വീഴുമെന്ന്. അത്ര കണ്ട് ജനബാഹുല്യമായിരുന്നു. അന്ന് എന്റെ മനസ്സെന്നോട് മന്ത്രിച്ചു, ഈ യാത്ര തിരിച്ച് തിരുവനന്തപുരത്തേക്കല്ല, ഡൽഹിയിലേക്കായിരിക്കും. ഇവിടുത്തെ ജനങ്ങൾ എനിക്കൊരു ആത്മവിശ്വാസം പകർന്നു തന്നു. ആ ആത്മവിശ്വാസവുമായിട്ടാണ് 2019 തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരിട്ടത്. നിങ്ങൾക്കറിയാം, 35 വർഷമായി കോൺഗ്രസ് UDF ജയിക്കാത്തൊരു മണ്ഡലം. രാമറായിക്ക് ശേഷം ഇവിടെ ഒരു MP UDF-ൽ നിന്നുണ്ടായിട്ടില്ല. പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചാൽ തെരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്തി വോട്ട് എണ്ണിയാൽ മതി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുന്ന ഒരു മണ്ഡലം. 1952 ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയാകാനുള്ള അംഗബലം ഇന്ത്യൻ പാർലമെന്റിൽ അന്ന് CPIക്കില്ല. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2ആയി പിളർന്നിട്ടില്ല.
കേവലം 17 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജവഹർലാൽ നെഹ്റു പ്രതിപക്ഷ സ്ഥാനം കൊടുത്ത് ആദരിച്ചു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന AK ഗോപാലൻ ജവഹർലാൽ നെഹ്റുവിനെ വെല്ലുവിളിച്ചു, താങ്കൾക്ക് ധൈര്യമുണ്ടോ എന്റെ മണ്ഡലമായ കാസർഗോഡ് വന്ന് മത്സരിക്കാൻ? അപ്പൊ ഇന്ത്യയുടെ യുഗപ്രഭാവനായ രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലും വെല്ലുവിളിക്കാനുള്ള ആത്മധൈര്യം AK ഗോപാലിന് പകർന്നു കൊടുത്തൊരു മണ്ഡലം. ആ മണ്ഡലത്തിലാണ് 2019 നിങ്ങൾ എനിക്ക് 40,419 വോട്ടിന്റെ ഭൂരിപക്ഷം തന്നത്. നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം, വാത്സല്യം, എനിക്ക് നൽകിയ സഹായം, സഹകരണം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവില്ല. എല്ലാവരും പറഞ്ഞു രാജ്മോഹൻ ഉണ്ണിത്താനെ ജയിപ്പിച്ചാൽ മാവേലി തമ്പുരാൻ നാട് കാണാൻ പോകുന്ന പോലെ വല്ലപ്പോഴും ഒരിക്കൽ വന്നു പോകും. MP കാണണമെങ്കിൽ ഒന്നുകിൽ കൊല്ലത്ത് പോകണം, അല്ലെങ്കിൽ MP കാണാൻ തിരുവനന്തപുരത്ത് പോകണം. കാസർഗോട്ടുകാർക്ക് അന്യനെ വിട്ടു നോക്കിയാൽ MP കിട്ടില്ല. അന്ന് ഞാൻ ജനങ്ങൾക്കൊരു വാക്ക് കൊടുത്തു, കാസർഗോട്ട് എന്നെ നിങ്ങൾ ജയിപ്പിച്ചാൽ കാസർഗോട്ട് ഞാൻ 5 കൊല്ലക്കാലവും സ്ഥിരമായി താമസിക്കും, യാതൊരു മാറ്റവും വരില്ല. ഒരുപക്ഷെ നിങ്ങൾ എന്നെ MP ആക്കിയാൽ എന്റെ അവസാനവും ഈ ഭൂമിയിലായിരിക്കും. 6 അടി മണ്ണിന്റെ അവകാശം ഞാനിവിടെ നേടിയെടുക്കും എന്നത് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ എന്നെ ജയിപ്പിച്ചു. ജയിച്ചു കഴിഞ്ഞ് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഞാൻ ഡൽഹിക്ക് പോകും, മടങ്ങി ഇവിടേക്ക് വരും. എല്ലാ പാർലമെന്റ് അംഗങ്ങൾക്കും 2 കമ്മിറ്റിയുണ്ട്, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഒരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയും. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഒരു പാർലമെന്റ് അംഗമാണ്. കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ക്യാബിനറ്റ് മന്ത്രിയാണ്. എനിക്ക് കിട്ടിയ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി റെയിൽവേ ആണ്, അതിന്റെ ചെയർമാൻ റെയിൽവേ കേന്ദ്രമന്ത്രിയാണ്. എനിക്ക് കിട്ടിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫുഡ് കൺസ്യൂമർ അഫയേഴ്സ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. അതിനാദ്യം സുദീപ് ബന്ദോപാധ്യായ എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന ചെയർമാൻ, പിന്നെ അദ്ദേഹത്തെ മാറ്റി BJP നേതാവായ ലോക്കറ്റ് ബാനർജിയെ ചെയർപേഴ്സണാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായി ഏറ്റുമുട്ടി ലോക്കറ്റ് ബാനർജി പരാജയപ്പെട്ടു. ഒരു തവണ പാർലമെന്റ് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ കേന്ദ്രമന്ത്രിയാകുമായിരുന്നു. അപ്പൊ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഡൽഹി പോവും, മടങ്ങി ഇവിടെ വരും. പാർലമെന്ററി കമ്മിറ്റി നടക്കുമ്പോൾ ഏതൊക്കെ സംസ്ഥാനത്ത് വെച്ചാണോ കമ്മിറ്റി അവിടെ എല്ലാം ഞാൻ പോവും, മടങ്ങി ഇവിടെ വരും. ഫുഡ് കൺസ്യൂമർ അഫയേഴ്സ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ കീഴിലാണ് ഇന്ത്യയിലെ എല്ലാ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണുകൾ. CWC സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷൻ അതിന്റെ കീഴിലാണ്. ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അത്യന്താധുനികമായ ഗോഡൌണുകൾ പണിയുന്നുണ്ട്. അതിന്റെ പേര് സൈലോ എന്നാണ്. അപ്പൊ FCI, CWC, സൈലോ ഗോഡൌണുകളെല്ലാം ഇതിന്റെ കീഴിലാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അതിന്റെ കീഴിലാണ്. ഭാരത് പെട്രോളിയം അതിന്റെ കീഴിലാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം അതിന്റെ കീഴിലാണ്. നമ്മുടെ സാധനങ്ങൾക്കെല്ലാം ISI സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS അതിന്റെ കീഴിലാണ്. സ്വർണത്തിന്റെ മാറ്റ് തീരുമാനിക്കുന്ന, ഹാൾമാർക്ക് തീരുമാനിക്കുന്നത് ഈ കമ്മിറ്റിയാണ്. എവിടെങ്കിലും ഹാൾമാർക്ക് ഇല്ലാത്ത സ്വർണം വിറ്റാൽ ആ സ്വർണ്ണക്കടക്കാരനെ പൂട്ടാനുള്ള അധികാരം ഈ കമ്മിറ്റിക്ക്. അപ്പൊ ഈ 2 കമ്മിറ്റികൾ ഇന്ത്യയിലെ എല്ലാ ഗോഡൌണുകളും പരിശോധിക്കാൻ പോകും, സ്വർണ്ണക്കടകൾ പരിശോധിക്കാൻ പോകും, പെട്രോളിയത്തിന്റെ ഓഫീസുകളും റീറ്റെയിൽ ഷോപ്പുകളും പരിശോധിക്കാൻ പോകും. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലും ടൂറുണ്ട്. ആ ടൂർ കഴിഞ്ഞാൽ മടങ്ങി ഞാൻ ഇവിടെ വരും. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ തിരുവനന്തപുരത്ത് പോകാറില്ല. കൊല്ലത്തെ 71 വർഷം പഴക്കമുള്ള എന്റെ തറവാട് ഞാനവിടെ പോകാതെ അത് കിടന്ന് നശിക്കുന്ന കണ്ട് എന്റെ മനസ്സ് വേദനിച്ചിട്ട് കഴിഞ്ഞ മാസം അത് പൊളിച്ച് ഞാൻ ആ വീട് പൊളിച്ച് മാറ്റി. കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ഈ മണ്ഡലത്തിൽ തന്നെ സ്ഥിരമായി താമസിച്ചു. നിങ്ങൾക്കറിയാം, ഒരു MP എന്ന് പറഞ്ഞാൽ MPക്ക് പരിമിതമായ ഫണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ വരുമ്പോ ഇങ്ങനെ കണ്ടമാനം നിവേദനങ്ങൾ തരികയാണ്. MPയും MLA മാരുമായിട്ടുള്ള വ്യത്യാസം നമ്മുടെ ജനങ്ങൾക്ക് ആർക്കും അറിയില്ല.
ഒരു എംപിക്ക് ഒരു വർഷം 5 കോടി രൂപയാണ് വികസന ഫണ്ട്. ആ വികസന ഫണ്ടിൽ നിന്ന് 75 ലക്ഷം രൂപ പട്ടികജാതിക്കാർക്ക് കൊടുക്കണം, 37 ലക്ഷം രൂപ പട്ടിക വർഗക്കാർക്ക് കൊടുക്കണം. കൊടുത്തേ പറ്റൂ, അത് മാൻഡേറ്ററിയാണ്. കൊടുത്തില്ലെങ്കിൽ MP ഫണ്ട് പാസ്സാവില്ല. 15 ലക്ഷം രൂപ അംഗവൈകല്യം വന്ന ഭിന്നശേഷിക്കാർക്ക് കൊടുക്കണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കെ, ആകെ 5 കോടി, അതിൽ 1 കോടി 25 ലക്ഷം മാറി പട്ടികജാതി, പട്ടികവർഗം, ഭിന്നശേഷിക്കാർ. ബാക്കി 3 കോടി 75 ലക്ഷം. ഒരു MP എന്ന് പറഞ്ഞാൽ 7 MLA ചേരുന്നതാണ്. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി. 3 കോടി 75 ലക്ഷത്തെ 7ആയി ഭാഗം വയ്ക്കണം. 7ആയി ഭാഗം വയ്ക്കുമ്പോൾ ഒരു അസംബ്ലിയിൽ ഒരു MPക്ക് കൊടുക്കാൻ കഴിയുന്ന പരമാവധി തുക 50 ലക്ഷമാണ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 62 പഞ്ചായത്തുണ്ട്. വീണ്ടും ഈ 50 ലക്ഷം 62ആയി ഭാഗം വെച്ചാൽ, അല്ലെങ്കിൽ ഈ 3 കോടി 75 62ആയി ഭാഗം വെച്ചാൽ, ഒരു പഞ്ചായത്തിന് ഒരു MPക്ക് കൊടുക്കാൻ കഴിയുന്ന പരമാവധി തുക 5 ലക്ഷം രൂപയാണ്. അതിനപ്പുറം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന അപേക്ഷകൾ എത്ര കോടി രൂപയുടെയാണ് നിങ്ങൾ ആലോചിക്കണം. ഒരു MLA 5 കോടി രൂപ, ഒരു MP ഒരു 5 കോടി രൂപ 7 അസംബ്ലിയിൽ ചെലവാക്കുമ്പോൾ, ഒരു MLA ഒരു അസംബ്ലിയിൽ 6 കോടി രൂപയാണ് ചെലവാക്കുന്നത്. MLA ഫണ്ട് 6 കോടിയാണ്, MP ഫണ്ട് 5 കോടിയാണ്. MP 5 കോടി 7 അസംബ്ലിയിൽ ചെലവാക്കണം. MLA ഒരു അസംബ്ലിയിൽ 6 കോടി. പിന്നെ അത് കഴിഞ്ഞാലോ MLAക്ക് പ്ലാൻ ഫണ്ടുണ്ട്, MLAക്ക് കിഫ്ബിയുടെ ഫണ്ടുണ്ട്, MLAക്ക് നബാർഡിന്റെ ഫണ്ടുണ്ട്. കാസർഗോഡ് മാത്രം കാസർഗോഡ് പാക്കേജിന്റെ ഫണ്ട് MLAക്കുണ്ട്. MPക്ക് കാസർഗോഡ് പാക്കേജ് ഇല്ല, MPക്ക് നബാർഡില്ല, MPക്ക് കിഫ്ബി ഇല്ല, MPക്ക് പ്ലാൻ ഫണ്ട് ഇല്ല. ഒരു 2 കൊല്ലം കഴിഞ്ഞ് ഗവൺമെന്റ് മാറി വന്നാൽ, ഒരു UDF ഗവൺമെന്റ് കേരളം ഭരിച്ചാൽ, MP ഫണ്ട് മാത്രമല്ല, എനിക്ക് പ്ലാൻ ഫണ്ട് എനിക്ക് ആവശ്യപ്പെടാം, കിഫ്ബി എനിക്ക് ആവശ്യപ്പെടാം, നബാർഡ് എനിക്ക് ആവശ്യപ്പെടാം, കാസർഗോഡ് പാക്കേജ് ആവശ്യപ്പെടാം. ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നതുകൊണ്ട് MPക്ക് MP-ലായിട്ട് ഫണ്ടല്ലാതെ ഒരു നയാ പൈസ സംസ്ഥാന ഗവൺമെന്റ് തരുന്നില്ല. ശുപാർശ ചെയ്താൽ അത് അംഗീകരിക്കില്ല. അപ്പോ പ്ലാൻ ഫണ്ട് ഇല്ല, കിഫ്ബി ഇല്ല, നബാർഡില്ല, കാസർഗോഡ് പാക്കേജ് ഇല്ല. അപ്പൊ ഈ 5 കോടിയാണ് നമുക്ക് ആകെ ഉള്ളത്. അതെങ്ങനെയാണ് ഭാഗം വയ്ക്കണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാം, ഞാൻ MP ആയി ആദ്യത്തെ 1 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് കോവിഡ് എന്ന മഹാമാരി വരുന്നത്. അപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞു, MP-മാരുടെ ഫണ്ട് ഒരു പൈസ ആരും എടുക്കരുത്, എല്ലാ പൈസയും കോവിഡിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ചെലവഴിക്കണം. മാത്രമല്ല MP ഫണ്ട് നിർത്തലാക്കി. അവസാനം ഞങ്ങള് കോവിഡിന് വേണ്ടി ഫണ്ട് കൊടുത്തു. അങ്ങനെയാണ് പരിയാരം മെഡിക്കൽ കോളേജിന് 60 ലക്ഷം രൂപയ്ക്ക് വെന്റിലേറ്റർ വാങ്ങിച്ചു കൊടുത്തു. അവിടുത്തെ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചു, അവിടുത്തെ സൂപ്രണ്ട് എന്നെ വിളിച്ചു. വരാന്തയിൽ വരെ ആള് കിടക്കുന്നു, ശ്വാസം മുട്ടുന്നു, ഓക്സിജന്റെ അളവ് കുറയുന്നു. അതുകൊണ്ട് വെന്റിലേറ്റർ ഇല്ലെങ്കിൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കും. മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വെന്റിലേറ്റർ വേണം. 60 ലക്ഷം രൂപ കൊടുത്ത് 5 വെന്റിലേറ്റർ വാങ്ങിച്ച് അവർക്ക് കൊടുത്തു. കാസർഗോഡ് DMO എന്നെ വിളിച്ചു. ഡോക്ടർമാർക്ക് ആർക്കും PPE കിറ്റില്ല, അവർക്ക് ആർക്കും N95 മാസ്ക് ഇല്ല, അവർക്ക് സാനിറ്റൈസർ ഇല്ല, അവർക്ക് ഓക്സിമീറ്റർ ഇല്ല. അതിന് പൈസ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു, 60 ലക്ഷം രൂപ ഇത്രയും സാധനം വാങ്ങിക്കണം. കാരണം നമ്മുടെ ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർമാരാണ്, നഴ്സുമാരാണ്, പാരാമെഡിക്കൽ സ്റ്റാഫാണ്, ആരോഗ്യ പ്രവർത്തകരാണ്. അവർക്ക് PPE കിറ്റ് ഇല്ലെങ്കിൽ, N95 മാസ്ക് ഇല്ലെങ്കിൽ, സാനിറ്റൈസർ ഇല്ലെങ്കിൽ, ഓക്സിമീറ്റർ ഇല്ലെങ്കിൽ, അവർക്ക് രോഗം വന്നാൽ, അവര് മരിച്ചാൽ പിന്നെ നമ്മളെ ആരെ രക്ഷിക്കുന്നത്? അതുകൊണ്ട് 60 ലക്ഷം രൂപ ഡോക്ടർമാർക്ക് ഇതൊക്കെ വാങ്ങാൻ കൊടുത്തു. നമ്മുടെ ശരീരത്തിന്റെ ഓക്സിജന്റെ അളവ് കുറയുന്ന ഒരു മെഷീൻ കണ്ടുപിടിച്ചു. അതിന്റെ പേര് മൾട്ടി പാരാ മോണിറ്റർ. ഒരെണ്ണത്തിന് 1 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപയ്ക്ക് 10 എണ്ണം വാങ്ങിച്ച് അത് 10 ആശുപത്രിക്ക് കൊടുത്തു. 7 ആംബുലൻസ് വാങ്ങിച്ച് 7 ആംബുലൻസ് 7 ആശുപത്രികൾ കൊടുത്തു.
അപ്പോഴാണ് ഈ ഫണ്ട് മുഴുവൻ ബാങ്കിൽ കിടന്ന് 20 ലക്ഷം രൂപ എനിക്ക് പലിശ കിട്ടി. MP ഫണ്ടിന് പലിശ കിട്ടി. ആ പലിശ എടുത്തിട്ടാണ് BKP എല്ലാം കൂടെ വന്ന് ബഹളം ഉണ്ടാക്കി. നമ്മുടെ CH മുഹമ്മദ് കോയയുടെ പേരിൽ ഒരു സ്കൂളുണ്ട്. പെരുമ്പട്ട സ്കൂളിന് ഈ പലിശ പണം എടുത്ത് 20 ലക്ഷം രൂപയ്ക്ക് പെരുമ്പട്ടയിലെ CH മുഹമ്മദ് കോയയുടെ സ്കൂളിന് ഒരു ബസ് വാങ്ങിച്ചു. അപ്പൊ അത് പലിശയുടെ പണമാണ് അവർക്ക് എടുത്തു കൊടുത്തത്. MP ഫണ്ട് നിർത്തലാക്കിയ വിവരം അറിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ ഡൽഹി പോയി പ്രധാനമന്ത്രിയെ കണ്ടു. അപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞു, MP ഫണ്ട് തിരിച്ചു തരാം, പക്ഷെ 8 ലക്ഷം രൂപ ഞങ്ങള് MP ഫണ്ടിൽ നിന്ന് എടുക്കും. എല്ലാ MP മാരും സമ്മതിച്ചാൽ ബാക്കി 17 കോടി തരാം. 8 കോടി ഞങ്ങൾ എടുക്കും. ഞങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞു 8 കോടി എടുത്തോ, ബാക്കി 17 കോടി തരാൻ പറഞ്ഞു. അങ്ങനെ 17 കോടി എല്ലാ MP മാർക്കും കൊടുത്തു. കഴിഞ്ഞ MP ആയി ഇവിടെ ഭരിച്ചിരുന്ന ശ്രീ P കരുണാകരൻ, അദ്ദേഹത്തിന്റെ കാലയളവിൽ ചെലവാക്കാതെ വെച്ചിട്ട് പോയ 2.5 കോടി ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു. കളക്ടർ കേന്ദ്രത്തിന് എഴുതി. കേന്ദ്രം എനിക്ക് അനുകൂലമായ റിപ്പോർട്ട് കളക്ടറോട് ആവശ്യപ്പെട്ടു. കളക്ടർ റിപ്പോർട്ട് കൊടുത്തു. ആ 2.5 കോടി രൂപ P കരുണാകരന്റെ ഫണ്ട് കൂടി എനിക്ക് തന്നു. അങ്ങനെ 19.5 കോടി രൂപ എനിക്ക് കിട്ടി MP ഫണ്ട്. ഈ MP ഫണ്ട് എനിക്ക് 19.5 കോടി കിട്ടി. അതിനകത്ത് നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ 16 ബസ്സുകൾ 16 സ്കൂളുകൾക്ക് കൊടുത്തു. 267 ഹൈമാസിലേക്ക് കൊടുത്തു. അതിൽ 9 ഹൈമാസിലേക്ക് ഈ പഠന പഞ്ചായത്തിനാണ്. 1 കോടി 20 ലക്ഷം രൂപയ്ക്ക് 7 കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചു. 40 ലക്ഷം രൂപ പടന്നയിലെ കമ്മ്യൂണിറ്റി ഹാളിന് കൊടുത്തു. 16 ബസ്സിലൊരെണ്ണം എടച്ചാക്ക സ്കൂളിന് കൊടുത്തു. മാത്രമല്ല 49 ലക്ഷം രൂപയ്ക്ക് മുച്ചക്ര വാഹനം ഇലക്ട്രോണിക് വീൽ ചെയർ വാങ്ങിച്ച് ഭിന്നശേഷിക്കാരായ അംഗവൈകല്യം വന്ന ആളുകൾക്ക് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഈ ഫണ്ടിൽ നിന്ന് കുടിവെള്ളത്തിന് വേണ്ടി പട്ടികജാതിക്കാർക്ക് 30 ലക്ഷം കൊടുത്തു. പട്ടികജാതിക്കാർക്ക് ശ്മശാന നവീകരണത്തിന് 45 ലക്ഷം കൊടുത്തു. പട്ടികജാതിക്കാരുടെ നിരവധി റോഡുകൾ ഞാൻ നന്നാക്കി കൊടുത്തു. അതിന് പണം കൊടുത്തു. മാത്രമല്ല പട്ടികവർഗത്തിന് 50 ലക്ഷം രൂപയ്ക്ക് ഒരു ടഫ് കോട്ട് നിർമ്മിച്ചു കൊടുത്തു. ഈ പണം മുഴുവൻ നിഷ്പക്ഷമായി നീതിപൂർവ്വമാണ് ചെലവാക്കിയിരിക്കുന്നത്. ഒരു ഹൈമാസിലേക്ക് വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു അപേക്ഷ തരണം. അങ്ങനെ കിട്ടുന്ന അപേക്ഷ മൊത്തം ഞാൻ കളക്ടർക്ക് അയച്ചു കൊടുക്കും. ആദ്യം ഈ അപേക്ഷ തന്നാൽ പോരാ, എനിക്ക് തരുന്ന അപേക്ഷകൾ ഏത് പഞ്ചായത്തിലാണോ ഹൈമാസിലേക്ക് ആവശ്യപ്പെടുന്നത് ഞാൻ പഞ്ചായത്ത് ബസ്സിന് അയച്ചു കൊടുക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചുകൂടി അത് പാസ്സാക്കി എനിക്ക് തരണം. പഞ്ചായത്ത് പ്രസിഡന്റ് പാസ്സാക്കി തരുന്ന റെസൊല്യൂഷൻ ഞാൻ കളക്ടർക്ക് കൊടുക്കും. കളക്ടർ ഏസിടും. പ്ലാനിംഗ് ഓഫീസിലേക്ക് അത് അയച്ചു കൊടുക്കും. പ്ലാനിംഗ് ഓഫീസ് ഇപ്പൊ 100 ലൈറ്റുകൾ MP ഫണ്ടിൽ നിന്ന് അനുവദിക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ ഏതൊക്കെ ബ്ലോക്കിലാണോ ആ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്ക് അയച്ചു കൊടുക്കും. ആ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ പത്രത്തിൽ പരസ്യം കൊടുക്കും. പത്രപരസ്യം കണ്ട് അക്രഡിറ്റഡ് ഏജൻസി ടെൻഡറുകൾ കൊടുക്കണം. അക്രഡിറ്റഡ് ഏജൻസി എന്ന് പറഞ്ഞാൽ 1 കെട്രോൺ, 2 സിൽക്ക്, 3 കെല്ല്. ആ ലോവസ്റ്റ് ടെൻഡർ അവർ പൊട്ടിക്കും. ആരാണോ ഏറ്റവും കുറച്ച് കോട്ട് ചെയ്തിരിക്കുന്നത് അവർക്ക് കരാർ കൊടുക്കും. കരാറുകാരൻ പിന്നെ PWD NOC വാങ്ങിക്കണം, ഇലക്ട്രിസിറ്റി ബോർഡ് NOC വാങ്ങിക്കണം, പിന്നെ കറണ്ട് ചാർജ് അടക്കണം, കറണ്ട് കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ ലൈറ്റിന്റെ ഉദ്ഘാടനത്തിന് MP വിളിക്കും. MP പോവും, ഉദ്ഘാടനം ചെയ്യും. ഈ പൈസ ആരാ കൊടുക്കുന്നത്, എവിടുന്നാ വാങ്ങുന്നതെന്നൊന്നും MP-ക്ക് അറിയത്തില്ല. ഒരു MP-ക്കും അറിയത്തില്ല. കേരളത്തിലെ 20 MP-മാരോട് ചോദിച്ചാൽ അറിയാം. ഞങ്ങൾക്ക് എന്തൊക്കെ ആവശ്യത്തിനാണ് പൈസ കൊടുക്കണം ഞങ്ങൾക്കറിയാം, മറ്റൊന്നും നമുക്കറിയില്ല. അപ്പൊ MP ഫണ്ട് വളരെ സുതാര്യമായിട്ടാണ്, ഗവൺമെന്റ് ഏജൻസികളാണ് പൈസ കൊടുക്കുന്നത്. അത് MP-ക്ക് യാതൊരു ബന്ധവുമില്ല. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നിങ്ങൾ ജയിപ്പിച്ചതിന് ശേഷം പാർലമെന്റ് അകത്തും പുറത്തും ഈ മണ്ഡലത്തിന് വേണ്ടി ഞാൻ ശബ്ദം ഉയർത്തി. എൻഡോസൾഫാന്റെ ഇരകൾക്ക് വേണ്ടി, കാസർഗോഡ് ഒരു എയിംസ് കൊണ്ടുവരാൻ വേണ്ടി, അംഗൻവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ ജീവനക്കാരെ സംസ്ഥാന ജീവനക്കാരാക്കാൻ ആദ്യമായി പ്രമേയം ഞാനാണ് പാർലമെന്റിൽ കൊണ്ടുവന്നത്. പിന്നീട് മണിപ്പൂരിന് വേണ്ടി ശബ്ദം ഉയർത്തി. പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്ന ബില്ല് വലിച്ചു കയറി സസ്പെൻഷൻ അടിച്ചു വാങ്ങിച്ചു. ഏകീകൃത സിവിൽ കോഡിനെതിരെ സമരം ചെയ്തു. അത് മാത്രമല്ല, റെയിൽവേയിൽ ഒരുപാട് വികസനം കൊണ്ടുവന്നു. നിരവധി സ്റ്റോപ്പുകൾ, പരശുരാമിന് 35 വർഷം ആവശ്യപ്പെട്ട സ്റ്റോപ്പ്
ഞാനാണ് പരശുരാമന് ചെറുവത്തൂർ വാങ്ങിച്ചു കൊടുത്തത്. നിങ്ങൾക്കറിയാം, 2 സ്റ്റേഷനുകളെ അമൃത് ഭാരതാക്കി. പയ്യന്നൂർ, കാസർഗോഡ് പോയി നോക്കണം, പണി നടന്നുകൊണ്ടിരിക്കുക. 2 പുതിയ ട്രെയിനുകൾ കൊണ്ടുവന്നു, 2 വന്ദേ ഭാരത്, ഒരെണ്ണം മംഗലാപുരം വരെ നീട്ടി. 7 റെയിൽവേ ഗേറ്റുകൾ ആറോബിയാക്കി. ഇനി ഒരിക്കലും ആ ശാപമില്ല, റെയിൽവേ ഗേറ്റ് വന്ന് അടച്ചിട്ടില്ല. ഇനിയും കുറെ ഗേറ്റുകളുണ്ട്. അതും ഈ പാർലമെന്റിൽ നമ്മൾ ആവശ്യപ്പെടും. ഈ 5 വർഷത്തിനകം ഒരു റെയിൽവേ ഗേറ്റ് പോലും ഇല്ലാത്ത അവസ്ഥ നമ്മൾ കാസർഗോഡ് ഉണ്ടാക്കും. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരമാവധി പരിഹരിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം കാസർഗോട്ട് സകല ഉറൂസുകളിലും പങ്കെടുത്തു. അതുപോലെ ഉറഞ്ഞാടുന്ന തെയ്യങ്ങളിൽ പങ്കെടുത്തു, പള്ളിപ്പെരുന്നാളുകളിൽ പങ്കെടുത്തു. മുച്ചിലോട്ട് ഭഗവതിയുടെ എല്ലാ സാംസ്കാരിക സമ്മേളനം, വയനാട്ട് പുലവൻ, ഞാൻ പങ്കെടുക്കാത്ത ഒരു ആഘോഷവും ഈ നാട്ടിലില്ല. നിങ്ങളുടെ നിക്കാഹ്, കല്യാണം, നിങ്ങളുടെ കാതുകുത്ത്, മാർക്ക കല്യാണം, തൊട്ടിലുകെട്ട്, എന്നെ വിളിക്കാത്തൊരു ചടങ്ങുമില്ല, ഞാൻ പോകാത്തൊരു ചടങ്ങുമില്ല. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ദുഃഖം എന്റെ ദുഃഖമായി, അവരുടെ സന്തോഷം എന്റെ സന്തോഷമായി. സകല മരണ വീടുകളിൽ ഞാൻ പോകും. അപ്പോ 5 വർഷക്കാലം കാസർഗോഡ് ജീവിച്ച് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി, നിങ്ങളിൽ ഒരുവനായി, നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇവരോടെല്ലാം പറഞ്ഞു, ഇത്തവണ ഞാൻ 1 ലക്ഷം വോട്ടിന് ജയിച്ചിരിക്കും. ചുമ്മാതല്ല പറഞ്ഞത്. ഇവരൊക്കെ തിരിച്ചു ഒരു 15,000 വോട്ടിന് ഞാൻ ജയിക്കും. 1 ലക്ഷം വോട്ടിന്. തലേന്ന് രാത്രിയിൽ വോട്ടെണ്ണുന്നതിന്റെ തലേന്ന് രാത്രിയിൽ കൗണ്ടിങ് ഏജന്റുമാരുടെ യോഗം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, യാതൊരു കാരണവശാലും ആർക്കും ഒരു ടെൻഷൻ വേണ്ട, വളരെ കൂളായി നാളെ പോകണം. നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ ചെയ്യണം. നിങ്ങൾ എഴുതിയിട്ടോ, നാളെ വോട്ടെണ്ണി തീരുമ്പോൾ 1 ലക്ഷം വോട്ടിന് ഞാൻ ജയിച്ചിരിക്കുമെന്ന് ഞാൻ പറയാൻ കാരണം, 5 വർഷക്കാലം ഞാൻ സഞ്ചരിക്കാത്ത ഒരു ഊടുവഴിയുമില്ല, ഞാൻ പോകാത്തൊരു പഞ്ചായത്തില്ല, ഞാൻ ബന്ധപ്പെടാത്തൊരു പാർട്ടിയില്ല, ജനങ്ങളില്ല. മാർക്സിസ്റ്റ് പാർട്ടി അടക്കമുള്ള ആളുകളുടെ വികാരം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ 1 ലക്ഷം വോട്ടിന് ജയിക്കും. വോട്ടെണ്ണി തീർന്നപ്പോ 1,649 വോട്ടിന് ഞാൻ ജയിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്തവണ കാസർഗോഡ് 5 അസംബ്ലിയിലും എനിക്ക് ഭൂരിപക്ഷമാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വൻപിച്ച ഭൂരിപക്ഷം തന്നു മഞ്ചേശ്വരം, കാസർഗോഡ്. അവിടെ 2 UDF MLA ആണ്. അന്നും ഇന്നും. അന്ന് കമറുദ്ദീനായിരുന്നു, ഇന്ന് AK അഷ്റഫ്. അന്ന് നെല്ലിക്കുന്നായിരുന്നു, ഇന്ന് നെല്ലിക്കുന്ന്. മഞ്ചേശ്വരവും കാസർഗോഡും UDF-ന്റെ ഉരുക്കു കോട്ടയാണ്. കഴിഞ്ഞ ഇലക്ഷനും എനിക്ക് ഭൂരിപക്ഷം, ഇത്തവണയും ഭൂരിപക്ഷം. കഴിഞ്ഞതിനേക്കാൾ ഭൂരിപക്ഷം കൂടുതൽ തന്നു മഞ്ചേശ്വരവും കാസർഗോഡും. ഉദുമ കഴിഞ്ഞ തവണ 9,000 വോട്ടിന് ഭൂരിപക്ഷം, ഇത്തവണ അത് 12,000-ആയി മാറി. കഴിഞ്ഞ തവണ കാഞ്ഞങ്ങാട്ട് 2,000 വോട്ട് കുറവ്, ഇത്തവണ 8,000 വോട്ടിന്റെ ഭൂരിപക്ഷം. കഴിഞ്ഞ തവണ 2,000 വോട്ട് കുറവ് തൃക്കരിപ്പൂർ, ഇത്തവണ 12,000 വോട്ടായി ഭൂരിപക്ഷം. അപ്പൊ കാസർഗോഡ് ജില്ലയിലെ 5 അസംബ്ലി മണ്ഡലത്തിൽ എനിക്ക് ഭൂരിപക്ഷം. കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ എനിക്ക് 26,000 വോട്ട് കുറവ്, ഇത്തവണ അത് 12,000 വോട്ടായി ചുരുങ്ങി. കഴിഞ്ഞ പ്രാവശ്യം കല്യാശ്ശേരിയിൽ എനിക്ക് 13,800 വോട്ട് കുറവ്, ഇത്തവണ 1,050-ആയി ചുരുങ്ങി. ഇത്തവണത്തെ വോട്ടിംഗ് നിങ്ങൾ പരിശോധിച്ചോ? വളരെ വിചിത്രമായ കാഴ്ചയാണ് ഇത്തവണ കാണുന്നത്. കയ്യൂര്, കരുവള്ളൂര്, കാവുമ്പായ, മുനിയംകുന്ന്, മൊറാഴ, ബേടകം, അതുപോലെ തന്നെ മടിക്കൈ, ലവണീശ്വരി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ രക്തസാക്ഷികളുടെ മണ്ണാണ്. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 രക്തസാക്ഷികളെ ഉണ്ടാക്കിയ ഭൂമികയാണ് ഈ കാസർഗോഡ്. പക്ഷെ ഇത്തവണ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങളിൽ മുഴുവൻ സഖാക്കന്മാർ വോട്ട് ചെയ്തത് കൈപ്പത്തിക്കല്ല, നോട്ടയ്ക്കല്ല, BJP-യുടെ ചിഹ്നമായ, നിങ്ങൾ ഓർക്കണം, താമര ചിഹ്നത്തിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണല്ലോ ധർമ്മടം. അവിടെ K. സുധാകരൻ 10,000-ന് മുകളിൽ വോട്ടിന് ജയിച്ചു. ചരിത്രത്തിൽ ആദ്യമായി BJP-യുടെ വോട്ട് 3 ഇരട്ടിയായി വർദ്ധിച്ചു മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി ആര്? ഗോവിന്ദൻ മാസ്റ്റർ. നിങ്ങൾ പരിശോധിച്ചോ? അവിടെ 10,000-ന് മുകളിൽ വോട്ട് K. സുധാകരന്, BJP-യുടെ വോട്ട് 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു.
പാർട്ടി ഗ്രാമങ്ങൾ മുഴുവൻ BJP വോട്ട് ചെയ്തു. കല്യാശ്ശേരിയിൽ കഴിഞ്ഞ തവണ 9,000 വോട്ട് BJPക്ക്, ഇത്തവണ 19,000 BJPക്ക്. കഴിഞ്ഞ തവണ BJPക്ക് 8,000 വോട്ട് പയ്യന്നൂർ, ഇത്തവണ 18,000 വോട്ട് BJPക്ക്. എന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ BJPക്ക് വോട്ട്. എന്റെ എതിർ സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ മാസ്റ്റർ പഞ്ചായത്താണ് ചീമേനിയിൽ BJPക്ക് കണ്ടമാനം വോട്ട്. എങ്ങോട്ടാണ് ഈ പാർട്ടി പോകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കേ. രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചാൽ BJP പോകുമെന്ന് പറഞ്ഞവന്മാരെ ഇപ്പൊ BJP വോട്ട് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിക്കാൻ എന്തെല്ലാം ചെയ്തെന്നറിയോ? ഒരു വീഡിയോ ഇറക്കി, നിങ്ങൾ കണ്ടു കാണും. എന്റെ അതേ രൂപമുള്ള ഒരാള് കുറിയൊക്കെ ഇട്ട്, രാജ്മോഹൻ ഉണ്ണിത്താൻ ആന്നേ പറയൂ, കാശ് കൊടുത്ത് ഒരു അപരനെ ഉണ്ടാക്കി, കുറിയിട്ട് കൈ ചരട് കെട്ടി രാവിലെ വോട്ട് പിടിക്കാൻ പോവാണ് ഞാൻ സ്ഥാനാർത്ഥി. മാർക്സിസ്റ്റ് പാർട്ടി ഇറക്കിയ ഒരു വീഡിയോ. ഒരാൾ വന്ന് എന്നോട് ചോദിക്കുന്നു, എങ്ങോട്ടാണ് നമ്മൾ വോട്ട് പിടിക്കാൻ പോകുന്നത്? അപ്പൊ സ്ഥാനാർത്ഥിയായി ഞാൻ പറയുന്നു, തളങ്കരയ്ക്കാണ്. ഉടനെ ഒരുത്തൻ ഓടി വരുന്നു, കത്രിക കൊണ്ട് എന്റെ ചരട് കണ്ടിക്കുന്നു, കൈ മൊത്തം ചരടാ വെച്ചേക്കുന്നത്, അതെല്ലാം കണ്ടിച്ചു. ഒരുത്തൻ ഓടി വന്ന് തോർത്ത് കൊണ്ടുവന്ന് എന്റെ പൊട്ട് മൊത്തം വായിക്കുന്നു, കുറി മൊത്തം വായിക്കുന്നു. നിന്ന നിപ്പിന് ഒരുത്തൻ വന്ന് എന്റെ മുണ്ടഴിച്ച് വലത്തുവശം കൊടുത്തിരുന്ന മുണ്ട് ഇടത്തോട്ടാക്കും. കത്രിക ഉണ്ടായിരുന്നെങ്കിൽ പൊന്നാനി പണിയും കൂടെ ചെയ്തേ. ഒന്ന് ആലോചിച്ച് നോക്കേ. തളങ്കര എന്ന് പറഞ്ഞാൽ എവിടെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? മലിക് ദിനാറിന്റെ മണ്ണാണ്. ആ മണ്ണിൽ ഒരു UDF സ്ഥാനാർത്ഥി പോകുമ്പോൾ വർഗീയരെ ആളി കത്തിച്ചു. ഹിന്ദുക്കളുടെ വോട്ട് എനിക്ക് എതിരാക്കാൻ വേണ്ടി ഞാനൊരു മുസ്ലിം തീവ്രവാദിയാണെന്ന് വരുത്താൻ ഉടനെ തന്നെ ചരട് കണ്ടിച്ചു, ഒട്ടുമായിച്ചു, കൊണ്ടഴിച്ചു, ഇടത്തുവശം കുത്തി. എന്തെല്ലാം ചെയ്യും? ഞാൻ ജയിച്ചാൽ ഉടനെ BJP പോകും. നിങ്ങൾ ആലോചിക്കണം. ഇത്തവണ നരേന്ദ്രമോദിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ? 400+ കിട്ടിയാൽ ഇന്ത്യയുടെ ഭരണഘടന ഞങ്ങൾ മാറ്റി എഴുതും. 2 വർഷം 11 മാസം 18 ദിവസം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിൽ ലോകത്തിലെ 16 രാജ്യങ്ങളുടെ ഭരണഘടന അപകാശമായി അപഗ്രഥിച്ച് 386 അംഗങ്ങളിൽ നിന്നുണ്ടാക്കിയതാണ് നമ്മുടെ ഭരണഘടന. 2 വർഷം 11 മാസം 18 ദിവസം. എന്നിട്ട് ആ ഭരണഘടനയുടെ കരട് പട്ടിക തയ്യാറാക്കാൻ ഡോക്ടർ BR അംബേദ്കറിനെ ഏൽപ്പിച്ചു. 114 ദിവസം അംബേദ്കർ പരിശോധിച്ചിട്ടാണ് അതിന്റെ കരട് തയ്യാറാക്കിയത്. ആ ഇന്ത്യയുടെ ഭരണഘടന 400+ കിട്ടിയാൽ ഞങ്ങൾ തിരുത്തി എഴുതും. ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുമെന്ന് പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി. 400+ കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ എടുത്തു മാറ്റും. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പറയുന്നത്? എന്താണ് ആമുഖം? 5 കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ ആത്മാവാണ്. എന്താണ് 5 കാര്യം? 1 നീതി, 2 സ്വാതന്ത്ര്യം, 3 സമത്വം, 4 സാഹോദര്യം, 5 മതേതരത്വം. ഇത് 5ഉം എടുത്തു മാറ്റിയ പിന്നെ ഇന്ത്യ ഉണ്ടോ? ജനാധിപത്യം ഉണ്ടോ? മതേതരത്വം ഉണ്ടോ? ബഹുസ്വരത ഉണ്ടോ? നാനാത്വത്തിൽ ഏകത്വം ഉണ്ടോ? അപ്പോ 400+ കിട്ടിയാൽ ഭരണഘടന പൊളിച്ചെഴുതി ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കും. പിന്നീട് പറഞ്ഞു 400+ കിട്ടിയാൽ പ്രിയാമ്പിൾ ഞങ്ങൾ മാറ്റിയെഴുതും. ഏതെങ്കിലും ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ 2 എരുമയുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ജയിച്ചാൽ ഒരു എരുമയെ ബലാത്കാരമായി പിടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന്. രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ജയിച്ചാൽ ഹിന്ദുക്കളെ, നിങ്ങളുടെ പെണ്ണുങ്ങളുടെ താലിമാല പിടിച്ചു പൊട്ടിക്കും ഇന്ത്യ മുന്നണി. നിങ്ങളുടെ പണ്ടങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കും. എന്നിട്ട് അത് മുഴുവൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് കൊടുക്കും രാഹുൽ ഗാന്ധി, ഇന്ത്യ മുന്നണി. ഒരു മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇലക്ഷൻ പ്രസംഗിക്കുക. ബാബറി മസ്ജിദ് പൊളിച്ചു, ശ്രീരാമക്ഷേത്രം പണിഞ്ഞു, കോടാനുകോടി രൂപ ചെലവാക്കി ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠ നടത്തി. അത് ബാബറി പൂട്ടിട്ട് പൂട്ടും രാഹുൽ ഗാന്ധി. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ശ്രീരാമക്ഷേത്രം ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരപ്പാക്കും മിസ്റ്റർ മോഡി. കോടാനുകോടി രൂപ ചെലവാക്കി പ്രാണപ്രതിഷ്ഠ നടത്തിയ ശ്രീരാമന്റെ മണ്ണായ അയോധ്യയിൽ
ഇത്തവണ ഞങ്ങളാ ജയിച്ച ഇന്ത്യ മുന്നണി, നിങ്ങൾ തോറ്റുപോയി BJP. ശ്രീരാമൻ പോലും നിങ്ങൾക്കെതിരാ, അല്ലെങ്കിൽ അവിടെ തോക്കൂ. നിങ്ങൾ ആലോചിച്ച, അയോധ്യയിൽ ഇന്ത്യ മുന്നണി ജയിച്ചു. കഴിഞ്ഞ തവണ അയോധ്യയിൽ MP ആരാ? നരേന്ദ്രമോദി. ജീവനും കൊണ്ട് ഓടി ശ്രീരാമനെ പേടിച്ച് അയോധ്യയിൽ നിന്ന് വാരണാസിക്ക് പോയി. അവിടെ എത്ര ഭൂരിപക്ഷം? 5 ലക്ഷം. ഇത്തവണ എത്ര ഭൂരിപക്ഷം നരേന്ദ്രമോദിക്ക്? 1.25 ലക്ഷം. 5 ലക്ഷം 1.25 ലക്ഷമായി. അപ്പോ അയോധ്യയിൽ മത്സരിച്ചിരുന്നെങ്കിൽ ശ്രീരാമൻ ഇയാളെ പണി കഴിച്ചേനെ. കാരണം ശ്രീരാമന് പോലും ഇയാളെ പണി പിടിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കെ. അപ്പൊ ഭരണഘടന തിരുത്തി എഴുതും, ആമുഖം പൊളിച്ചെഴുതും. അതുപോലെ ബാബറി പൂട്ടിട്ട് പിന്നെ ശ്രീരാമക്ഷേത്രം പൂട്ടും, പൊളിച്ചു കളയും. ഹിന്ദുക്കളുടെ താലിമാല പിടിച്ചു പൊട്ടിക്കും, പണ്ടങ്ങൾ പിടിച്ചെടുക്കും. ഇത്ര വർഗീയ പ്രസംഗം നടത്തിയ ഒരു പ്രധാനമന്ത്രിയുടെ ചിഹ്നമേതാ? താമര. അധ്വാനിക്കുന്നവന്റെ പാർട്ടി, ഭാരം ചുമക്കുന്നവന്റെ പാർട്ടി, തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടി, ജന്മിത്വം അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ട പാർട്ടി, പാലോറ മാതയുടെ പശുക്കുട്ടിയെ വിറ്റ് ദേശാഭിമാനി തുടങ്ങിയ പാർട്ടി. ആ പാർട്ടിയാണ് താമര ചിഹ്നത്തിൽ ഇത്തവണ വോട്ടുകുത്തി അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കിയത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്തവണ BJP ഒരു MP ഉണ്ടാക്കി. ഞാൻ അയാളെ BJP ആയി കാണുന്നില്ല. അയാളൊരു സിനിമാ താരം, ഭരത് അവാർഡ് നേടിയെടുത്തവൻ, തൃശൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. അവിടെ ജനങ്ങൾ അയാൾക്ക് വോട്ട് ചെയ്തു. നാളെ മമ്മൂട്ടി മത്സരിക്കുന്നു. നിങ്ങളിൽ പലരും മമ്മൂട്ടി വോട്ട് ചെയ്യില്ലേ? നാളെ മോഹൻലാൽ മത്സരിക്കുന്നു. മോഹൻലാൽ ഏത് ചിഹ്നത്തിൽ മത്സരിച്ചാലും നമ്മുടെ നാട്ടുകാർ വോട്ട് ചെയ്യില്ലേ? കാരണം അവരൊക്കെ കേരളത്തിന്റെ പൊതുസ്വത്താണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുരേഷ് ഗോപിയെ ഒന്നും ആരും BJP ആയി കാണില്ല. പക്ഷേ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാണ്? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. അയാൾ എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട്ടിൽ പൊളിച്ചെടുക്കും. പൊളിച്ചെടുക്കാൻ വയനാട്ടിൽ പോയ K. സുരേന്ദ്രന്റെ കെട്ടിവെച്ച കാശ് വയനാട്ടുകാർ നഷ്ടപ്പെടുത്തി. കെട്ടിവെച്ച കാശ് കിട്ടില്ല, ജാമ്യസംഘം പോയി. BJP എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ, BJP എന്ന് പറഞ്ഞാൽ MD രമേശ്, BJP എന്ന് പറഞ്ഞാൽ V. മുരളീധരൻ. പ്രധാനമന്ത്രിയുടെ പുറകിൽ, പരുന്തിന്റെ പുറകിൽ കാക്ക പോകുന്ന പോലെ നടക്കുന്ന ഒരുത്തനാണ് രാജീവ് ചന്ദ്രശേഖരൻ. BJP. കേരളത്തിലെ ജനങ്ങൾ BJPക്കാരെ മുഴുവൻ തോപ്പിച്ചു. നിങ്ങൾ ആലോചിക്കണം. രാജീവ് ചന്ദ്രശേഖരനെ തോപ്പിച്ചു, V. മുരളീധരനെ തോപ്പിച്ചു, ശോഭാ സുരേന്ദ്രനെ തോപ്പിച്ചു, MD രമേശിനെ തോപ്പിച്ചു, K. സുരേന്ദ്രനെ തോപ്പിച്ചു. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ, മതനിരപേക്ഷ മനസ്സിന്റെ ഉടമസ്ഥരായ നാട്ടുകാർ BJPയെ തോൽപ്പിച്ചപ്പോൾ BJPയെ ജയിപ്പിക്കാൻ വോട്ട് ചെയ്തത് മാർക്സിസ്റ്റുകാർ. എങ്ങോട്ടായി പാർട്ടി പോകുന്നത്? എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മെനഞ്ഞാന്ന് എല്ലാ പത്രങ്ങളിലും ഒരു വാർത്ത. എന്താ വാർത്ത? MA ബേബി എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞു, കഴിഞ്ഞ 8 മാസക്കാലത്തെ ഭരണമാണ് തോൽവിക്ക് കാരണം. മുഖ്യമന്ത്രി ശൈലി മാറ്റണം. ഗവൺമെന്റ് വിമർശിക്കാൻ പാർട്ടി തയ്യാറാകണം. പാർട്ടി എന്താ പറഞ്ഞത്? ഞങ്ങളെ തോൽപ്പിച്ച ക്രിസ്ത്യാനികളാണ്, ഞങ്ങളെ തോൽപ്പിച്ച വെള്ളാപ്പള്ളി നടേശനാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊരു ചൊല്ലുണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലം ഈ നാട് ഭരിച്ചു മുടിച്ച് 15 ക്ഷേമ പെൻഷനുകൾ നിർത്തി. കോൺട്രാക്ടർമാർക്ക് കാശില്ല, മാവേലി സ്റ്റോറിൽ സാധനമില്ല. കഴിഞ്ഞ 8 വർഷം കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പൊറുതി മുട്ടിച്ചൊരു ഭരണം. എന്നിട്ടും മുഖ്യമന്ത്രി ശൈലി മാറ്റില്ല. കല്യാശ്ശേരിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കരിങ്കൊടി കാണിച്ചവന്റെ തലയടിച്ചു പൊട്ടിച്ചു. ഹെൽമറ്റ് വെച്ച്, ചെടിച്ചട്ടിയുണ്ട്, കമ്പിപ്പാലമുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നു രക്ഷാപ്രവർത്തനം. മുഖ്യമന്ത്രിയുടെ പോലീസ് ഡിവൈഎഫ്ഐക്കാരുടെ പേരിൽ അറ്റംപ്റ്റ് ഓഫ് മർഡർ, കൊലപാതകത്തിന് കേസെടുത്തിട്ട് മുഖ്യമന്ത്രി പറയുന്നു ഇത് രക്ഷാപ്രവർത്തനം. ശൈലി മാറ്റില്ലേ? ഒന്നാലോചിച്ചു നോക്കെ. MA ബേബി പറഞ്ഞു, കഴിഞ്ഞ 8 വർഷക്കാലത്തെ ഭരണമാണ് ഈ പരാജയത്തിന്റെ കാരണം. തെറ്റുതിരുത്തണം, ശൈലി മാറ്റണം. തൊട്ടിപ്പുറത്ത് ഗോവിന്ദൻ മാസ്റ്റർ പ്രസ്താവന. പാർട്ടിക്കാർക്ക് പണത്തോട് ആർത്തി, പണത്തിനു വേണ്ടി എന്തും ചെയ്യും സഖാക്കന്മാർ. അത് മാറണം. സത്യമല്ലേ? സത്യമല്ലേ? കാസർഗോഡ് യുവജനക്ഷേമ ബോർഡിന്റെ വൈസ് ചെയർമാനുണ്ട്.
കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു. അവൻ എവിടെ നിന്നാണ് ഈ പൈസ എന്ന് ആർക്കും അറിയില്ല. കുട്ടിച്ചാത്ത കൊടുത്താണോ അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കെ കൊടുത്താണോ അറിയില്ല. ജീവിക്കാൻ യാതൊരു പാങ്ങുമില്ലാത്ത ഒരു ചെറുക്കൻ കോടികൾ സമ്പാദിച്ചു. കരുവണ്ണൂർ ബാങ്കിൽ കോടാനുകോടിയുടെ തട്ടിപ്പ്, വെട്ടിപ്പ്, അഴിമതി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർട്ടിയുടെ സ്വത്ത് ഇഡി കണ്ടുകെട്ടി. കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വത്തുക്കളാണ് തൃശൂർ കണ്ടുകെട്ടിയത്. പണത്തോട് ആർത്തിയാന്ന് ഗോവിന്ദൻ പറഞ്ഞു, ശരിയല്ലേ? സഖാക്കന്മാർ പണത്തിന് വേണ്ടി എന്തും ചെയ്യും. ഇപ്പുറത്തൊരു വാർത്ത, കേരളത്തിലെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ബന്ധു ഒരു മന്ത്രി പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഒരു അംഗത്തെ നിയമിക്കാൻ 60 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചു. പൈസ തിരിച്ചു കിട്ടാൻ 2 ഹോമിയോ ഡോക്ടർമാർ പരാതി കൊടുത്തു. അത് അങ്ങാടിപ്പാട്ടായപ്പോ മുഖ്യമന്ത്രി പറഞ്ഞു, എങ്ങനെയും 60 ലക്ഷം രൂപ തിരിച്ചു കൊടുത്ത് കേസ് ഒതുക്കണം, ഇല്ലെങ്കിൽ നാറും. മുഖ്യമന്ത്രി കേസ് ഒതുക്കാൻ നടക്കുന്നു. ഡോക്ടർമാരുടെ നിയമത്തിന് ചോദ്യക്കടലാസ് ചോർത്തിക്കൊടുത്ത് കോടികൾ സമ്പാദിച്ച മധ്യപ്രദേശിലെ വ്യാപം അഴിമതി. നിങ്ങളുടെ കുടുംബത്തിൽ എത്രയോ കുട്ടികൾ നീറ്റ് എഴുതി, നെറ്റ് എഴുതി, ചോദ്യപേപ്പർ ചോർന്നു. കോടികൾ ചോദ്യപേപ്പർ ചോർത്തിക്കൊടുത്തു, ഉത്തരക്കടലാസ് എഴുതി വാങ്ങി. നീറ്റിന്റെ പരീക്ഷ റദ്ദ് ചെയ്തു, നെറ്റ് റദ്ദ് ചെയ്തു. ഇപ്പതാ ഒരു PSC മെമ്പർ വെക്കാൻ 60 ലക്ഷം വാങ്ങിച്ചാൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ എഴുത്തു പരീക്ഷ നടത്തുന്ന ആരാണ്? PSC. ഉത്തരക്കടലാസ് പരിശോധിക്കുന്ന ആരാണ്? PSC. മാർക്കിടുന്നത് ആരാ? PSC മെമ്പർ. ഇന്റർവ്യൂ നടത്തുന്ന ആരാ? PSC മെമ്പർ. 60 ലക്ഷം രൂപ കോഴ കൊടുത്തിട്ടാണ് PSC മെമ്പർ ആകുന്നതെങ്കിൽ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്ന് എത്ര ലക്ഷം കൈക്കൂലി വാങ്ങും ഈ PSC മെമ്പർ? നിങ്ങൾ ആലോചിക്കണം. പണത്തോട് ആർത്തിമൂത്ത് എന്തും ചെയ്യും കമ്മ്യൂണിസ്റ്റുകാർ. നേതാക്കന്മാരുടെയൊക്കെ സ്വത്തൊന്ന് പരിശോധിക്കട്ടെ. ഓരോ പ്രദേശത്തും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ജനങ്ങളെ തട്ടിച്ചും വെട്ടിച്ചും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി. എന്തെങ്കിലും അന്വേഷണം ഉണ്ടോ? യഥാ രാജ തഥാ പ്രജ. രാജാവ് എങ്ങനെയാണോ പ്രജകളും അങ്ങനെയാണ്. മുഖ്യമന്ത്രിക്ക് നടത്താമെങ്കിൽ അദ്ദേഹത്തിന്റെ മകൾക്ക് കോടാനുകോടി രൂപ തട്ടിക്കാമെങ്കിൽ പിന്നെ പ്രജകൾക്കായിക്കൂടെ? നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ്. നിങ്ങൾ ആലോചിക്കണം. എനിക്ക് 1,649,000 വോട്ട് കിട്ടി. ഈ പടന്ന പഞ്ചായത്തിന്റെ അധികാരം നമുക്ക് നിലനിർത്തണം. നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ അടുത്ത തവണ തൃക്കരിപ്പൂരിൽ ഒരു UDF MLA ഉണ്ടാവും. യാതൊരു തർക്കവും വേണ്ട. 12 നമ്മുടെ കയ്യിലിപ്പോ ഉണ്ടായത് തോറ്റുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ UDF-നെ തോൽപ്പിക്കാൻ ഒരു മാർക്സിസ്റ്റുകാരനും വളർന്നിട്ടില്ല. പക്ഷെ UDF-നെ തോൽപ്പിക്കാൻ UDF വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുക. വാരിക സോദരരെ, വാരി തകരുക സോദരരെ, വാരി തകർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അടുത്ത തവണ വാരാൻ വരുന്ന ആരാണോ, ഏത് പാർട്ടിക്കാരനാണോ UDF-ൽ, അവനെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ പാർട്ടിക്ക്. അതുകൊണ്ട് അടുത്ത തവണ കേരളത്തിൽ ഒരു UDF മുഖ്യമന്ത്രി വരണം. ആ മുഖ്യമന്ത്രി വരുമ്പോ ഇവിടുത്തെ MLA UDF ആയിരിക്കണം, പഞ്ചായത്ത് പ്രസിഡന്റ് UDF ആയിരിക്കണം. അപ്പൊ UDF മുഖ്യമന്ത്രി, UDF ഗവൺമെന്റ്, UDF MP, UDF MLA, UDF-ന്റെ പഞ്ചായത്ത്. അപ്പൊ നമുക്ക് പ്ലാൻ ഫണ്ട് കിട്ടും, KIFBI കിട്ടും, നബാർഡ് കിട്ടും, അതുപോലെ തന്നെ കാസർഗോഡ് പാക്കേജ് കിട്ടും. നമ്മുടെ ഉദ്ദേശിക്കുന്ന സകല വികസനവും ഇവിടെ കൊണ്ടുവരാൻ കഴിയും. അതിനായി നിങ്ങൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നാകണം. UDF-ന് ദോഷം വരുന്ന ഒന്നും ആരും ചിന്തിക്കാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മളൊരു പൊതുശത്രുവിനെ നേരിടുമ്പോൾ കൊച്ചു ശത്രുക്കൾ എപ്പോഴും ഒന്നിക്കുന്നത് ഒരു പതിവാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ശത്രുത ഉണ്ടെങ്കിൽ പെട്ടെന്നത് പറഞ്ഞു തീർത്ത് ഒറ്റക്കെട്ടായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും അസംബ്ലി തെരഞ്ഞെടുപ്പിനെയും നേരിട്ട് നമ്മൾ വിജയത്തിന്റെ വെന്നിക്കൊടി പാലിക്കണം. കഴിഞ്ഞ തവണ ഞാൻ MP ആയി പാർലമെന്റിൽ ചെല്ലുമ്പോ 52 പേര്, പ്രതിപക്ഷത്തെ മൈൻഡ് ചെയ്യാത്ത പ്രധാനമന്ത്രി. ഇപ്പോ കഴിഞ്ഞ തവണ ദുർബലമായ പ്രതിപക്ഷം, ശക്തമായ ഭരണപക്ഷം. ഇപ്പോഴോ ശക്തമായ പ്രതിപക്ഷം, ദുർബലമായ ഭരണപക്ഷം. പാർലമെന്റിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ കിടുകിട ഉറപ്പിച്ചു നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ്.
കണ്ടോ നിങ്ങൾ? മോഡി ഗ്യാരണ്ടി പോയി, മോഡി പരിവാർ പോയി, ഭരണഘടന കത്തിക്കും, ഭരണഘടന പൊളിച്ചെഴുതും, ഭരണഘടനയെ ഉമ്മ വയ്ക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു മോഡി, അംബേദ്കറിനെ കെട്ടിപ്പിടിക്കുന്നു മോഡി. ഇനി മോഡിയുടെ ഒരു ഗ്യാരണ്ടിയും ഇന്ത്യയിൽ നടക്കില്ല. ഇന്ത്യ മുന്നണിയുടെ ഗ്യാരണ്ടി മാത്രമേ നടക്കൂ, തർക്കം വേണ്ട. ഈ ബഡ്ജറ്റ് സമ്മേളനം നിങ്ങൾ നോക്കിയോ, മുട്ടുകുത്തിക്കും ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദിയെ. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷത്തെ മുട്ടുകുത്തിച്ചു, ഇനി ഭരണപക്ഷത്തെ മുട്ടുകുത്തിക്കാൻ പോവുകയാണ്. യാതൊരു തർക്കവും വേണ്ട. ഞങ്ങൾ പറഞ്ഞു, മണിപ്പൂരിൽ നിന്ന് ആകെ 2 എംപിമാർ വന്നിട്ടുണ്ട്, അതിൽ ആ എംപിമാർക്ക് സംസാരിക്കാൻ 2 മിനിറ്റ് അവസരം കൊടുക്കണം. മോഡി പറഞ്ഞു പറ്റില്ല, മണിപ്പൂർ ഒന്ന് മിണ്ടിപ്പോകരുത്, സംസാരിക്കാൻ അവസരം കൊടുക്കില്ല. സംസാരിക്കാൻ അവസരം കൊടുക്കത്തില്ലെങ്കിൽ മോഡിയും പ്രസംഗിക്കേണ്ടെന്ന് പറഞ്ഞു. മണിപ്പൂരുകാരെ പാർലമെന്റിൽ സംസാരിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രി സംസാരിക്കേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം ശബ്ദായമാനമായ അന്തരീക്ഷത്തിൽ ആർക്കും കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പ്രധാനമന്ത്രി ആടിക്കളിയടാ കൊച്ചുരാമ, ചാടിക്കളിയടാ കൊച്ചുരാമ എന്ന് പറഞ്ഞ് ചാടിക്കളിക്കും ആടിക്കളിക്കും. ആരാ? ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ. ആരാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്? നിതീഷ് കുമാർ, ബീഹാറിന്റെ മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി സ്ഥാനം ചോദിച്ചു, കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ ഒറ്റയടിക്ക് BJP പോയി. ഇപ്പൊ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നു 50,000 കോടി ബീഹാറിന് കിട്ടണം. ചന്ദ്രബാബു നായിഡു പറഞ്ഞു 50,000 ഞങ്ങൾക്ക് കിട്ടണം. 2 സ്റ്റേറ്റിനും പ്രത്യേക പദവി വേണം, ജാതി സെൻസസ് വേണം. മോഡിക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിലാണ് എല്ലാവർക്കും കണ്ണ്. ഈ ഭരണത്തിന് ആയുസ്സില്ല. മോഡി ഏറിയാൽ ഒരു 1.5 കൊല്ലം പ്രധാനമന്ത്രി, അത് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് വരും. വരുത്താൻ ഞങ്ങൾ അതിശക്തമായി പ്രവർത്തിക്കും. നിങ്ങൾ ഇത്തവണ വോട്ട് ചെയ്ത് വെറുതെയല്ല. ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് ശക്തമായ പിന്തുണ കൊടുക്കാൻ നിങ്ങൾ എനിക്ക് തന്ന 1,06,649 വോട്ട് ഞാൻ വിനിയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിനും വാത്സല്യത്തിനും നന്ദി രേഖപ്പെടുത്താൻ എന്റെ അക്ഷരമായ വാക്കുകളില്ല. നമ്മൾ തമ്മിൽ ഒരു ആത്മീയ ബന്ധമുണ്ട്, ഒരു ഹൃദയബന്ധമുണ്ട്, ഒരു വൈകാരിക ബന്ധമുണ്ട്. അത് പൊക്കിൾക്കൊടി ബന്ധത്തെ പോലെ പവിത്രമാണ്. ഈ ബന്ധം അറുത്തു മുറിക്കാൻ എത്രയോ തവണ മാർസിസ്റ്റുകാർ ശ്രമിച്ചു, ആരൊക്കെ ശ്രമിച്ചു. ഈ ബന്ധം ഒരിക്കലും അറുത്തു മുറിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. നന്ദി, നന്ദി, 1000 നന്ദി. നമസ്കാരം.